ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല രുചിയാണ്, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വഴറ്റിലും പിടിക്കലും അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. മുഴുവൻ മല്ലിയാണ്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 സ്റ്റാർ അനീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, അതിന് പകരമാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നെ ഒരു വലിയ കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്, ഒരു 4 ഏലക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3-4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. 3-4 എത്രയായാലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ജാതിപ്പൂവിൻ്റെ ചെറിയൊരു കഷ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വലിയ ജീരകം ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ബേ ലീഫ് ചേർത്ത് കൊടുത്തു, നമ്മുടെ വയനയില എന്ന് പറയും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 1/2 കിലോൻ്റെയും 3/4 കിലോൻ്റെ ഇടയിലുള്ള ചിക്കന് വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ എടുക്കുന്നുള്ളൂവെങ്കിൽ മസാലയുടെ അളവ് കുറയ്ക്കണം, കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മസാലയുടെ അളവ് കൂട്ടണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കരിഞ്ഞൊന്നും പോരും, നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്കിതൊന്ന് അടച്ചിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗരം മസാല പോലെ തന്നെ വേറൊരു മസാലയാണ്. അപ്പോൾ ഈ ചിക്കന് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു മസാല എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവനും എടുക്കുന്നില്ല കേട്ടോ. ഈ മസാല നമ്മൾ ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ ചിക്കനിൽ ചേർക്കുന്നുള്ളൂ, കൂടുതൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് പുളിയുള്ള തൈരല്ല, നോർമലായിട്ടുള്ള തൈരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഒരുപാട് ചേർക്കേണ്ട, ഏകദേശം 1 ടീസ്പൂൺ നാരങ്ങ നീര് അത്രയും മതി, അതുകൂടെ ചേർത്തിട്ടുണ്ട്. കാരണം തൈര് ഒരുപാട് പുളിയാണെങ്കിൽ നിങ്ങൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അപ്പോൾ ഭയങ്കര പുളിയായിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടും നന്നായിട്ട് ആ ഒരു മസാല ഒന്ന് പിടിച്ചിരിക്കണം. അപ്പോൾ നമ്മളിത് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ഒരു 1/2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് എടുത്ത് വെക്കുക. അതിനുശേഷം മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണുള്ളൂ. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഒരു പാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ട് 2 എണ്ണം ചേർത്തിട്ടുള്ളത്. എരിവ് കുറവാണെങ്കിൽ 3 എണ്ണം ചേർക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഭയങ്കര മധുരം പോലെ തോന്നും നമുക്ക്. അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇതിലേക്ക് ഉള്ളി വഴച്ച, തക്കാളി വഴച്ച, അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം, എന്നാലേ ചിക്കൻ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതൊന്ന് എന്താ പറയുക, ചിക്കൻ്റെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു പരുവത്തിലായതിന് ശേഷമാണ് നമ്മളിനി ഇത് അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് വേവിക്കണം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിക്കൻ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അതിനനുസരിച്ച് വേണം നമ്മൾ ബാക്കി ചെയ്യാനായിട്ട്. അപ്പോൾ വീണ്ടും ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വെന്തതിന് ശേഷം പിന്നെ നമ്മളിത് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് ഗ്രേവി ഉണ്ട്. ഇനി ഈ ഗ്രേവി എല്ലാം കൂടി ഒന്ന് വറ്റിയിട്ട് ചിക്കനിൽ നന്നായിട്ട് പെരണ്ടിരിക്കുന്ന ഒരു പരുവാവണം. അത്രയും നേരം നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് എന്താ പറയുക, മസാലയ്ക്ക് ഇങ്ങനെ പെരണ്ടിരിക്കുന്ന പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ടൊരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത്. ഭയങ്കര മധുരമായിരിക്കുമെന്ന് വിചാരിക്കരുത്, വേറെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ടാവുക നമ്മളിത് ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. പിന്നെ കുറേ നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ടൊമാറ്റോ സോസൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് ആ മസാലയിലൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് നല്ല രസം ഉണ്ടാകും കഴിക്കാൻ. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. സോസൊക്കെ മസാലയിൽ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഞാൻ കുറച്ച് മല്ലിയില അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടേൻ്റെയും ബട്ടർ നാൻ്റെയും ഒക്കെ കൂടെ പോകുന്ന നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും ഈ വീക്കെൻഡിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.